സ്പൈസി വോയേജ്. ഇന്ന് നമ്മളൊരു ടീ കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചൂട് പാലൊഴിച്ച് ഉണ്ടാക്കുന്ന ഒരു ടീ കേക്ക് ആണ്. നമ്മൾ പണ്ട് ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുന്ന ടീ കേക്കിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ കേക്കിനും ഉള്ളത്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. ഞാൻ ഇതിവിടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം എന്റെ മോളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് പോയി എടുത്ത് കഴിക്കുന്ന കണ്ടപ്പം ഞാൻ ചോദിച്ചു ഇതെന്തെങ്കിലും എപ്പോഴും പോയി എടുത്ത് കഴിക്കുന്നതെന്ന്. അപ്പൊ അവള് പറഞ്ഞു ഇത്രയും ടേസ്റ്റി ആയിട്ട് കേക്ക് ഉണ്ടാക്കിയ പിന്നെ എന്താ ചെയ്യാന്ന്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ഈ ടീ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. കേക്ക് മിക്സിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇന്ന് ഞാൻ ഇവിടെ ഇതുപോലൊരു സ്റ്റീൽ ചരുവത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. കേക്ക് ടിൻ കയ്യിലുള്ളവർക്ക് അതിൽ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കണം. നടുഭാഗത്തും സൈഡിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തട്ടി കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ബേക്കിംഗ് പേപ്പർ വെക്കാതെ തന്നെ കേക്ക് നന്നായിട്ട് വിട്ട് കിട്ടും. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്കൊന്ന് തട്ടിക്കളയാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ പാത്രം റെഡിയാക്കി എടുക്കണം. ഇനി ഇവിടെ മിക്സിയുടെ ഒരു വലിയ ജാറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 30 സെക്കൻഡ് ഇത് ബീറ്റ് ചെയ്തെടുത്തോണ്ട് വരാം. ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ മിക്സി ഉപയോഗിക്കുന്ന സ്ഥലത്ത് ബീറ്റർ കയ്യിലുള്ളവർക്ക് ബീറ്റർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഓയിലും യൂസ് ചെയ്യാം. ഓയിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 30 സെക്കൻഡ് വെച്ചിട്ട് 2 പ്രാവശ്യം ബീറ്റ് ചെയ്തെടുത്തോണ്ട് വരണം. ഒരു പ്രാവശ്യം 30 സെക്കൻഡ് വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് നിർത്തിയതിന് ശേഷം വീണ്ടും ഒരു 30 സെക്കൻഡും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മളിപ്പോൾ ബീറ്റ് ചെയ്ത് കൊണ്ടുവന്ന മിക്സ്ചർ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഉടനെ തന്നെ ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായി വരണം. സൈഡിൽ നിന്നൊക്കെ ഒന്ന് തിള വന്ന് തുടങ്ങിയാൽ മതി. അല്ലാണ്ട് നല്ലപോലെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ബട്ടറും ഒന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ പാലും ബട്ടറും ഒക്കെ നേരത്തെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ടാവണം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ബാറ്റർ റെഡിയാക്കി ഉടനെ തന്നെ ഇത് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പാല് നന്നായിട്ട് ചൂടായി വന്നു. അതുപോലെ ബട്ടറും മെൽറ്റായിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് തിളച്ചും തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചൂട് പാൽ അതേ ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ബാറ്ററിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പം തന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് ഹോട്ട് മിൽക്ക് കേക്ക് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇതുപോലെ ഈ ചൂട് പാലൊഴിച്ചാണ് നമ്മൾ ഈ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും, ഈ ചൂട് പാലൊഴിക്കുമ്പോൾ ഈ ബാറ്റർ പെട്ടെന്ന് കുക്കായി പോവില്ലേ എന്നൊക്കെ. അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ പാലൊഴിച്ച് ഉടനെ അപ്പം തന്നെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ മുഴുവൻ പാലും നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇവിടെ നമ്മൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി നമ്മളിവിടെ ഇന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കുവാണ്. അതിനുവേണ്ടി ഇവിടെ ഒരു വലിയൊരു ചെരുവ് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്കും വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഈ ഉപ്പ് പലതവണ ഇതുപോലെ ബേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതിപ്പോൾ ഒരു 3-4 തവണ ഇതുപോലെ യൂസ് ചെയ്ത അതേ ഉപ്പ് തന്നെയാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു റിങ് എടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതായത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സ്റ്റീൽ ചെരുവത്തിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലെ എയർ ബബിൾസ് കളയാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓവനകത്തേക്ക് വെക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഇതൊരു 5 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിരിക്കുന്ന പാത്രം ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. സെൻട്രലായിട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം. എൻ്റെ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് എയർ പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഞാനൊരു കുറച്ചൊരു വലിപ്പമുള്ളൊരു ബർണറിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലോയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊരു 30 മുതൽ 40 മിനിറ്റ് നേരം എടുക്കും ബേക്ക് ചെയ്ത് വരാനായിട്ട്. നമുക്കൊരു 30 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റ് സമയമായി. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്ക്യൂറും കൊണ്ട് ഇതൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ഇതിൽ കാണാൻ നമുക്ക് മാവ് പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം കൂടി ഒന്ന് വേവാനുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 40 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ സ്ക്യൂർ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. മാവൊന്നും പറ്റി പിടിച്ചിരിപ്പില്ല. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 40 മിനിറ്റും കൊണ്ട് നമുക്ക് കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. ഇനി കേക്ക് നന്നായിട്ട് തണുത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തണുക്കുന്ന വരെ ഇത് തുറന്നിരുന്നാൽ കേക്ക് ഡ്രൈ ആയി പോവും. ഇപ്പോൾ ഇവിടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ച് കേക്ക് ബേക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓവനൊന്നും ഇല്ലാത്തവർക്കും ഇതുപോലെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ ടീ കേക്ക് ഓവനിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്ത അതേ അളവിൽ തന്നെ ഒരു പ്രാവശ്യം കൂടെ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ലോഫ് പാനിലാണ് നമ്മൾ ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. പാൻ നന്നായിട്ട് ബട്ടറൊക്കെ പരട്ടി ഡസ്റ്റിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഓവനകത്തേക്ക് വെച്ച് കൊടുക്കാം. 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഒരു 30 to 40 മിനിറ്റ്സ് എടുക്കും ഇത് ബേക്ക് ചെയ്ത് വരാനായിട്ട്. ഇപ്പോൾ ഇവിടെ 40 മിനിറ്റ്സും കൊണ്ട് കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ കേക്കൊക്കെ 180 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തെടുക്കാറുള്ളത്. പക്ഷേ ഈ കേക്ക് 160ൽ ബേക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഈ കേക്ക് 180ലും 170ലും ഒക്കെ ബേക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം ഇതിൻ്റെ മുകളിൽ വലിയ ക്രാക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓവൻ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് അങ്ങനെ മുകളിൽ ക്രാക്ക് വരുന്നത്. ഇപ്പോൾ 160ൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റും മോയിസ്റ്റും ആയിട്ടുള്ള ടീ കേക്ക് നമ്മൾ ഓവനിൽ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.